ദ ഗോസ്പൽ ഓഫ് മനോജ് ശുദ്ധ അസംബന്ധമാണെന്ന് അഭിപ്രായം വന്നാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും? ഞാനത് വേറൊരു രീതിയിൽ ആൻസർ പറയട്ടെ. ഇപ്പോൾ ബൈബിളിൻ്റെ അകത്ത് ഒരു കാലഘട്ടത്തിന് മുന്നേ ബൈബിൾ ഭയങ്കര പുണ്യഗ്രന്ഥമാണ്, ഇത് പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നൊരു വിശ്വാസ സമൂഹത്തിനകത്ത് എനിക്ക് തോന്നുന്നു 2-3 തലമുറകൾക്ക് മുൻപേ അവർ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നാണ്. രാവിലെ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പോൾ ആരാ ഭൂമിയെ ചുറ്റുന്നത്? സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളതാണ് ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. സൂര്യനല്ല ഭൂമിയെ ചുറ്റുന്നത്, ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നതെന്ന് ഒരാൾ കണ്ടുപിടിച്ച് അവതരിപ്പിച്ചപ്പോൾ ക്രിസ്ത്യൻ സമൂഹം അദ്ദേഹത്തെ വിളിച്ചു പിശാചിൻ്റെ മകൻ, സാത്താൻ്റെ സന്തതി, വചനത്തെ കോട്ടിക്കളയുന്ന ഒരു ദുരുപദേശകൻ. സത്യത്തിൽ ആരാണ് ശരി? ബൈബിൾ പറയുന്ന ഭൂമിയെ സൂര്യൻ ചുറ്റുന്നു എന്ന് പറയുന്ന ആശയമാണോ ശരി, അല്ലെങ്കിൽ ആധികാരികമായിട്ട് സയൻറ്റിഫിക്കലി ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നതെന്ന് കണ്ടുപിടിച്ച ആ വ്യക്തിയാണോ ശരി? പക്ഷേ മതം അദ്ദേഹത്തെ എന്ത് വിളിച്ചു? ഈ പറഞ്ഞ വ്യക്തിയാണോ, ഈ അദ്ദേഹത്തെ എതിർത്ത വ്യക്തിയാണോ പൊട്ടനും പട്ടനും ശരിക്കും? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം, തീർന്നില്ല. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂമി എന്ന് പറഞ്ഞ പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അത് എൻഡില്ലാതെ പരന്ന് കിടക്കുക, 4 ഡയറക്ഷനിലും സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കുക, അതിർത്തികളില്ലാതെ പരന്ന് കിടക്കുന്ന ഒന്നാണ് ഭൂമി എന്നാണ് ബൈബിൾ സങ്കല്പം. അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് ഒരു വ്യക്തി കണ്ടെത്തി. അങ്ങനെ ഭൂമി ഉരുണ്ടതാണ് എന്ന് ശാസ്ത്രീയമായി ഒരു വ്യക്തി കണ്ടെത്തി പറഞ്ഞ സമയത്ത്, ഒരു പ്രസ്താവന നടത്തിയ സമയത്ത്, ഇതുപോലെ മതത്തിനകത്തുള്ള മതവക്താക്കൾ വന്ന് പറഞ്ഞു സാത്താൻ്റെ സന്തതി, പിശാചിൻ്റെ സന്തതി. അവൻ പറയുന്ന പൊട്ടത്തനം കേട്ടില്ലേ? ഇതിൽ ഈ പറഞ്ഞ വ്യക്തിയാണോ പൊട്ടൻ, അദ്ദേഹമാണോ പൊട്ടൻ? അപ്പോൾ ഗോസ്പൽ ഓഫ് മനോജ് പൊട്ടത്തനമാണെന്ന് മതവക്താക്കൾ എന്ത് ചെയ്യും? ആവർത്തിക്കും. കാലം തെളിയിക്കട്ടെ ആരാണ് പൊട്ടനെന്ന്. എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഈ നേരിട്ടതിൽ കൂടുതൽ ഇനി എന്ത് നേരിടാനാണ്?